പിശാച് നമ്മുടെ മനസ്സിലും നമ്മളുടെ ചിന്തയിലും ഒക്കെ കൊണ്ടുവയ്ക്കുന്ന ചെറിയ ഭാരങ്ങൾ പോലും നമ്മളുടെ ഓട്ടത്തെ ബാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു വിശുദ്ധനെ സംബന്ധിച്ച്, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മളുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ വികാരങ്ങളിലുമൊക്കെ കൊണ്ടുവയ്ക്കുന്ന ശത്രു കൊണ്ടുവയ്ക്കുന്ന ചെറിയ ഭാരങ്ങൾ പോലും നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ അഭിഷേകത്തെയും നമ്മുടെ മുന്നോട്ടുള്ള ഓട്ടത്തെയും കുതിപ്പിനെയും ഒക്കെ ബാധിക്കുന്നതാണെന്ന സത്യത്തെ വിസ്മരിച്ച് കളയരുത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളും ഒത്തിരി അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഭാരങ്ങൾ വഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. എൻ്റെ 17 വയസ്സ് മുതൽ വിവിധ നിലകളിലുള്ള ചലഞ്ചുകൾ, വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള മനുഷ്യനാണ്. നിങ്ങളൊക്കെ കളിച്ച് ചിരിച്ച് നടന്ന സമയം, നിങ്ങളൊക്കെ പന്ത് കളിച്ച് നടന്ന സമയം, നിങ്ങളൊക്കെ ലോകപ്രകാരം അടിച്ചു പൊളിച്ച് നടന്ന സമയം ഒക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ ലോഡുകൾ, സ്വർഗത്തിൻ്റെ മുഖം, ആ മൃദുവായ മുഖം എൻ്റെ മേളിൽ എൻ്റെ അപ്പ വെച്ച് കെട്ടി. അവൻ്റെ മുഖം മൃദുവും അവൻ്റെ ചുമട് ലഘുവുമാണല്ലോ, അതിനായിട്ട് സ്തോത്രം. പക്ഷെ 17 വയസ്സ് മുതൽ ആ ചുമട്, ആ മുഖം എൻ്റെ തോളിൽ എൻ്റെ അപ്പൻ വെച്ച് കെട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ചലഞ്ചുകൾ, ഒത്തിരി വെല്ലുവിളികൾ ജീവിതത്തിൽ അനുഭവിച്ചവനും നേരിട്ടവനുമാണ്. എനിക്കറിയാം, മനസ്സിലേക്കൊരു ഭാരം വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു വിഷമം വന്നാൽ, നമ്മളെത്ര അഭിഷേകമുള്ളവരാണെങ്കിലും, നമ്മളെത്ര ശക്തന്മാരാണെങ്കിലും, നമ്മൾ മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ബലമുള്ളവരാണെങ്കിലും, അത് നമ്മളെ എത്രയധികം ബാധിക്കുമെന്ന് വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ. എന്നാൽ ആ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഹൗ ടു ഓവർകം ദാറ്റ്, എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും? ഇത് ബൈബിളിൽ നിന്ന് മാത്രം ഞാൻ പ്രസംഗിക്കുകയല്ല, അനുഭവങ്ങളിലൂടെ ഞാൻ പലതും നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഹൗ ടു ഓവർകം ദാറ്റ്, എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും, എങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് നമുക്കെത്താൻ കഴിയും. റിജോയ് സാറേ, ഇതിനകത്തുള്ള ഒരു പ്രധാന സത്യം എന്ന് പറയുന്നത്, വാസ്തവത്തിൽ നമ്മളുടെ ഭൗതിക വിഷയങ്ങളോ നമ്മൾ നേരിടുന്നതായിട്ടുള്ള ചലഞ്ചുകളോ, പിള്ളേരുടെ കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ വീട് കെട്ടാനുള്ള പൈസ ഒന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കൊരു വണ്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വീട്ടിലുണ്ടായി, ഒരു രോഗം, ഒരു പ്രശ്നം, ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇതൊക്കെ നേരിടാൻ കഴിയും. പക്ഷേ ആത്മീക ശുശ്രൂഷയിൽ നമ്മൾ നയിക്കുമ്പോൾ, മിനിസ്ട്രിയിൽ നമ്മൾ നയിക്കുമ്പോൾ, വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ, ചെറിയ ഭാരങ്ങൾ പോലും നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെയും നമ്മളുടെ അനോയിന്റിങ്ങിനെയും ബാധിക്കും. എന്താണ് അതിൻ്റെ കാരണം എന്നറിയാമോ? ദ റീസൺ ഈസ് ഹോളി സ്പിരിറ്റ് ഈസ് വെരി സെൻസിറ്റീവ്. എന്തുകൊണ്ട് ജനിച്ചു വളർന്ന 30 വർഷം ജീവിച്ച, 30 വർഷക്കാലം ജീവിച്ച പട്ടണത്തിൽ യേശു ഒരു അത്ഭുതവും ചെയ്തില്ല? വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ട് യേശു പ്രവർത്തിച്ചില്ല? അപ്പം നമ്മൾ പറയും 30ാമത്തെ വയസ്സിലാണല്ലോ യേശു തൻ്റെ പ്രവൃത്തി തുടങ്ങിയത്, അതുകൊണ്ടാണ് യേശു പ്രവർത്തിക്കാഞ്ഞത്. 30ാമത്തെ വയസ്സിൽ പ്രവൃത്തി ആരംഭിച്ച കർത്താവ് എന്തുകൊണ്ട് നസറയത്തിൽ പോയില്ല? ബാക്കി എല്ലാ പട്ടണങ്ങളിലും യേശു പോയി അത്ഭുതങ്ങൾ ചെയ്തല്ലോ. എന്തുകൊണ്ട് നസറയത്തിൽ ചെന്ന് ഒരു പനി പോലും കർത്താവ് സൗഖ്യമാക്കിയില്ല? കാരണമുണ്ട്. ആ ദേശക്കാർ അവൻ്റെ അഭിഷേകത്തെയും അവൻ്റെ പ്രവൃത്തികളെയും അക്സെപ്റ്റ് ചെയ്തില്ല. യേശുവിനെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല, അവർ അംഗീകരിച്ചില്ല. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഒരു പ്രവാചകനും സ്വന്തം ഗ്രഹത്തിലല്ലാതെ മറ്റെങ്ങും സമ്മതമല്ലാത്തവനല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന പ്രസിദ്ധനായ മനുഷ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: ഇഫ് യു കാൻറ്റ് ഫ്ലൈ then run, if you can't run then walk, if you can't walk then crawl, but by all means keep moving. നിങ്ങൾക്ക് പറക്കുവാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ ഓടുക, നിങ്ങൾക്ക് ഓടുവാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ നടക്കുക, നിങ്ങൾക്ക് നടക്കുവാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ എഴയുക. എന്ത് തന്നെയാണെങ്കിലും
നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുക. മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുന്ന അതിശക്തമേറിയൊരു വാക്കാണ്. കാരണം ദൈവരാജ്യത്തിനകത്ത് ദൈവത്തിന് വേണ്ടത് മടിയന്മാരെയല്ല, ലേസി പീപ്പിളെയല്ല. പ്രസിദ്ധനായ റീനാഡ് ബോംഗെ ഹിൽസോങ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസിൽ, ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ നടന്നൊരു കോൺഫറൻസിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. റീനാഡ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഒരിക്കലും സ്വർഗത്തിലെ ദൈവം ആരെയും കൈവിടുന്നവനും മറക്കുന്നവനുമല്ല. ഒരു മനുഷ്യൻ കുഴിയിൽ അകപ്പെട്ടു എന്ന് ദൈവം കണ്ടാൽ ആ കുഴിയിൽ വീണ മനുഷ്യനെ ദൈവം കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. ഒരു മനുഷ്യൻ വലിയൊരു പിറ്റിൽ, വലിയൊരു കുഴിയിൽ വീണുപോയി എന്ന് ദൈവം മനസ്സിലാക്കിയാൽ ദൈവം അവിടെ ചെന്ന് ആ കുഴിക്കകത്ത് ഇറങ്ങിച്ചെന്ന് അവനെ പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവരും. പക്ഷെ ഒരിക്കലും ചാരുകസേരയിൽ മലന്ന് കിടന്നിട്ട് ദൈവം എല്ലാം ചെയ്തോളും, ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് പറയുന്നവനെ കൈപിടിക്കാൻ തൊടാൻ ദൈവം വരാറില്ല. അതുകൊണ്ടാണ് മത്തായി 11:28 സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളൊരു ഭർത്താവാണോ? നിങ്ങൾ അധ്വാനിക്കണം. ഒരു പുരുഷനോട്, ഭർത്താവിനോട് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ആദത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ വിയർപ്പൊഴുകി അധ്വാനിക്കുമെന്നാണ് പറഞ്ഞത്. പ്രവർത്തിക്കണം, അധ്വാനിക്കണം. ഹല്ലേലൂയ. അധ്വാനിച്ച് കാര്യങ്ങൾ ചെയ്യുവാനാണ് ദൈവം മനുഷ്യനെ ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ മെസ്സേജിൻ്റെ ഒരു പ്രധാന ഭാഗത്തിലേക്ക് ഞാൻ കയറുന്നതിന് മുൻപ്, ഒരു പ്രൊഫറ്റിക്കൽ സെഷനിലേക്ക് ഞാൻ കയറുന്നതിന് മുൻപ്, സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നവരോട് ഞാൻ പറയുന്നു: ഒന്ന്, ഈ ട്രാക്കിൽ വരുവാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല, ഇല്ലായിരുന്നു. കാരണം ഈ ട്രാക്കിലൂടെ യേശു ഓടിയ ട്രാക്കാണ്, അപ്പോസ്തലന്മാർ ഓടിയ ട്രാക്കാണ്, വിശുദ്ധന്മാർ ഓടിയ ട്രാക്കാണ്. അതിനകത്ത് എന്നെയും എൻ്റെ ദൈവം കൊണ്ടുവന്നിരുത്തി. ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ ഭവനത്തിനകത്ത് ഞാൻ കടന്നു ചെല്ലുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വീട് ഇന്നൊരു മ്യൂസിയം പോലെ എല്ലാവർക്കും കാണാനായിട്ട് അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേര, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടേബിളുകൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൈബിളൊക്കെ അവിടെ പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് ബില്ലി ഗ്രഹാമിൻ്റെ വീട്ടിനകത്ത് കയറി ചെന്ന് നിൽക്കുമ്പോൾ, അദ്ദേഹം ഉപയോഗിച്ച ബൈബിളിൽ ജസ്റ്റ് എൻ്റെ കൈ കൊണ്ട് ഞാനൊന്ന് ടച്ച് ചെയ്യുമ്പോൾ, അദ്ദേഹം ഉപയോഗിച്ച കസേരയിൽ ഞാനൊന്ന് ടച്ച് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ മനസ്സിൽ ദൈവമേ, ബില്ലി ഗ്രഹാം ഉപയോഗിച്ചിരുന്ന ഈ ബൈബിളിനകത്തൊന്ന് തൊടാൻ കർത്താവ് എനിക്കൊരു അവസരം തന്നല്ലോ. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെയറുകളും അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിരുന്ന കാർപ്പറ്റും ഒക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു: ദൈവമേ, ഇത് ഇത്ര വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നെങ്കിൽ യേശു ഓടിയ ട്രാക്കിലൂടെ ഓടാൻ, പൗലോസ് ഓടിയ ട്രാക്കിലൂടെ ഓടുവാൻ, പത്രോസ് ഓടിയ ട്രാക്കിലൂടെ ഓടുവാൻ, വിശുദ്ധന്മാർ പോയ വഴിയിലൂടെ ഈ ട്രാക്കിലൂടെ ഓടുവാൻ എനിക്ക് ലഭിച്ച അവസരം എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ എത്ര വലുതാണ്. അതിനെ എത്ര പേര് ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലൊരു പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ചതിനേക്കാൾ, ഒരു അഭിഷിക്തൻ നിങ്ങളെ കണ്ടതിനേക്കാൾ എനിക്ക് എത്രയോ വലിയൊരു കാര്യമാണ് എബ്രായർ 3:1 എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. ഹെവൻലി കോൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗീയ വിളിക്ക് വിളിക്കപ്പെട്ട ഓഹരിക്കാരായുള്ള പാർട്ടേക്കേഴ്സ് ആയിട്ടുള്ളവരെ, വി ആർ ബ്ലെസ്ഡ്. ഒന്ന് കൈ ഉയർത്തി പറയാം: ഐ ആം ബ്ലെസ്ഡ്. ഹല്ലേലൂയ. ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഇന്ന് എൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ, എനിക്ക് ലഭ്യമാകാതെ പോയതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ, മനുഷ്യരോടുള്ള പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ എൻ്റെ ഉള്ളത്തിൽ ഞാൻ കൊണ്ട് നടക്കുമ്പോൾ, എന്നെ വിളിച്ച ദൈവത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ഈ ട്രാക്കിലേക്ക് നിർത്തിയ കർത്താവിലേക്ക് എൻ്റെ കണ്ണുകൾ ഫോക്കസ്ഡ് ആകുന്നുണ്ടോ? ആകുന്നില്ലെങ്കിൽ ആകണം പ്രിയരെ. ഒരു നിമിഷം ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഞാൻ ഈ മെസ്സേജിൻ്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് കയറുന്നതിന് മുൻപ്, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നെങ്കിൽ, കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ, ദൈവം നിങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഗ്യാലറിയിൽ ഇരിക്കാനല്ല ഈ ട്രാക്കിൽ ഓടാനായിട്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ, അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പിക്കുന്നുവെങ്കിൽ, ആ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് നന്ദി പറഞ്ഞേ. ഒരു യോഗ്യതയും പറയാനില്ല കർത്താവേ, ഇത് അവിടുത്തെ കൃപ ഒന്നു മാത്രമാകയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനോട് പറഞ്ഞേ, ഇത് അവിടുത്തെ കൃപ, ഞാൻ വിശ്വസ്തനായിട്ട് ഓടാൻ എന്നെ സഹായിക്കണേ അപ്പാ.
ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് തരണേ അപ്പ. ഇതെത്ര ശ്രേഷ്ഠ പദവിയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കൃപ തരണമേ കർത്താവേ. ഹല്ലേലൂയ.